മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ പ്രതാപൻ്റെയും വാമദേവൻ്റെയും തകർച്ച ഇവിടെ പൂർത്തിയാവുകയാണ്. ഉണ്ണിയും ദുർഗയും സത്യങ്ങൾ അറിഞ്ഞതും നമ്മളുടെ ദുർഗയാണെങ്കിൽ വാമദേവനെ ശാപവാക്കുകൾ കൊണ്ട് മൂടുന്ന എപ്പിസോഡാണ് കേട്ടോ. വാമദേവനോടും പ്രതാപനോടും ഈ കണ്ണൻ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവസാനം പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വാമദേവനെ അറിയില്ലേ? ഈ വാമദേവൻ നിങ്ങൾക്ക് കൊട്ടേഷൻ തന്നിട്ടില്ലേ നിങ്ങൾ വിശ്വനാഥനെ കൊന്നതെന്ന് ചോദിക്കുമ്പം ഈ വാമദേവൻ പ്രതാപനോട് പറയുന്നുണ്ട്, അങ്ങനെയല്ലാന്ന് പറ പ്രതാപ, അങ്ങനെയല്ലാന്ന് പറ പ്രതാപ എന്ന് പറയുമ്പം പ്രതാപനാണെങ്കിൽ പ്രതാപൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഈ മാർക്കോയും ലോപ്പസും ചേർന്ന് കർണയെ തടവിൽ വച്ചേക്കാന്നും പ്രതാപൻ കുറ്റം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ കർണയെ അവർ കൊന്നു കളയുമെന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ പ്രതാപൻ ഈ കണ്ണനോട് പറയുന്നുണ്ട്, പറഞ്ഞതെല്ലാം നേരാന്ന്. അത് കേട്ടതും വാമദേവനാണെങ്കിൽ ആകെ ഷോക്കായിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്നാടാ പ്രതാപ പറയണേ? നിനക്ക് തലക്ക് വെളിവില്ലേ? ഞാൻ കൊട്ടേഷൻ തന്നതാന്ന് നീ എന്തിനാടാ പറയണേന്ന് ചോദിക്കുമ്പം താൻ എനിക്ക് കൊട്ടേഷൻ തന്നിട്ടല്ലേ ഞാൻ വിശ്വനാഥനെ കൊന്നത്, അല്ലാതെ എനിക്ക് വിശ്വനാഥന് ഒരു പരിചയം പോലും ഇല്ല, ഒരു പരിചയമില്ലാത്ത ആളെ ഞാൻ എന്തിനാ കൊല്ലണേന്ന്. ആ സമയത്ത് വാമദേവനാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പെടുന്നുണ്ട്. ഈ സമയം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദുർഗയ്ക്കും ഉണ്ണിക്കും വാമദേവനെ കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ട്. എന്നാലും അമ്മാവൻ ഇങ്ങനത്തവനായിരുന്നോ? എന്തിനാ അമ്മാവൻ നമ്മുടെ അച്ഛനെ കൊന്നേന്ന് ചോദിക്കുമ്പോൾ അപ്പോഴേക്കും തന്നെ കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഈ വാമദേവൻ കൊട്ടേഷൻ തന്നേന്ന് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ വാമദേവന് വിശ്വനാഥൻ്റെ കമ്പനിയിലായിരുന്നു ജോലി. കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് വാമദേവനായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഈ വിശ്വനാഥൻ കമ്പനിയിൽ വന്ന് അവിടുത്തെ കണക്കൊക്കെ പരിശോധിച്ചപ്പോൾ വാമദേവൻ ഒരുപാട് തട്ടിപ്പ് അവിടെ നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ വിശ്വനാഥൻ ഭയങ്കര പ്രശ്നമായി വാമദേവനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പുറത്താക്കി കഴിഞ്ഞാൽ ഇവൻ്റെ കാര്യങ്ങളൊന്നും നടക്കൂലെന്ന് ഇവനക്ക് മനസ്സിലായതുകൊണ്ടാണ് വിശ്വനാഥനെ കൊല്ലാൻ തീരുമാനിച്ചതെന്ന്. ആ സമയത്ത് ഈ കണ്ണൻ പറയുന്നുണ്ട്, ശരിക്കും ഈ വിശ്വനാഥനെയും കൊണ്ട് ഇയാളുടെ സഹോദരീനെ ഇയാൾ വിവാഹം കഴിപ്പിച്ചത് സ്വത്തിന് വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് വിശ്വനാഥൻ്റെ സ്വത്ത് കണ്ടിട്ട് തന്നെയാണ് ദുർഗയെ വിശ്വനാഥന് വാമദേവൻ വിവാഹം കഴിച്ചു കൊടുത്തത്. വിശ്വനാഥൻ്റെ സ്വത്തിൽ ഇവനക്കൊരു കണ്ണുണ്ടായിരുന്നു, അല്ലാതെ വിശ്വനാഥനോടുള്ള സ്നേഹം കൊണ്ടോ സഹോദരിയോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നും അല്ല. വിശ്വനാഥൻ്റെ സ്വത്ത് കണ്ടിട്ട് തന്നെയാണ്. അന്നേരം വാമദേവൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് പ്രതാപ ഈ പറയണത്? ഒരമ്മയില്ലാത്ത കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ സഹോദരിക്ക് വിശ്വനാഥനെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തതെന്ന്. അത് കേട്ടതും ഈ ദുർഗയാണെങ്കിൽ ദേഷ്യത്തോടുകൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് നിൽക്കണത്. കാരണം പ്രതാപൻ സത്യങ്ങൾ ഇവിടെ പറഞ്ഞില്ലെങ്കിൽ മാർക്കോയും ലോപ്പസും ഈ കർണയെ കൊല്ലൂലോ എന്നുള്ളൊരു പേടിയുണ്ട്. പിന്നെ സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതാപൻ ജയിലിലേക്കും പോകും. അപ്പോൾ രണ്ടും പാടില്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് പ്രതാപൻ്റെ അമ്മ ഇരിക്കണത്. പിന്നീട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, അന്ന് എങ്ങനെയാണ് സംഭവം നടന്നത്? ഈ വാമദേവൻ എവിടെ വെച്ചാൽ തനിക്ക് കൊട്ടേഷൻ തന്നേന്ന് ചോദിക്കുമ്പം ഈ പ്രതാപൻ പറയുന്നുണ്ട്, ഞാൻ ലോറിയായിട്ട് ഓട്ടം പോയിട്ട് വരുന്ന സമയത്ത് എനിക്ക് അന്ന് വലിയ സാമ്പത്തിക സ്ഥിതി ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ വാമേട്ടനെ എൻ്റെ അടുത്തേക്ക് വന്നു, എന്നിട്ട് കുറച്ച് പൈസ തരാം, ഒരാളെ തീർത്ത് തരാമോ എന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ എൻ്റെ അവസ്ഥ കൊണ്ട് ഞാനത് സമ്മതിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വനാഥനെ മുമ്പ് പരിചയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് വിശ്വനാഥന് ഒരു പരിചയം ഉണ്ടായിരുന്നില്ല, ഈ വാമദേവൻ പറഞ്ഞ പരിചയം മാത്രമേ ഉള്ളൂ. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ വിശ്വനാഥനും വിശ്വനാഥൻ്റെ മോനും കൂടി അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്. തിരികെ വരുന്ന വഴിക്ക് ഞാൻ വിളിച്ചു പറയാം, അപ്പോൾ നീ കാര്യം നടത്തിയാൽ മതിയെന്ന് ഈ വാമദേവൻ എന്നെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഞാൻ അവർ വരുന്നതും കാത്തു നിന്നു. പിന്നീട് വാമദേവൻ വിളിച്ച് ഇവർ വരുന്ന കറക്റ്റ് റൂട്ട് പറഞ്ഞു തന്നതും ഞാൻ ആ റൂട്ടിൽ പോയി കാത്തു നിൽക്കുമായിരുന്നു. അന്നാണെങ്കിൽ നല്ല മഴയുണ്ടായിരുന്നു. ആ മഴ സമയത്ത് വിശ്വനാഥനും വിശ്വനാഥൻ്റെ മകനും കൂടി സഞ്ചരിച്ച ബൈക്കിലേക്ക് ഞാൻ ലോറി ഓടിച്ച് കയറ്റി. അന്നേരം വിശ്വനാഥൻ തെറിച്ചു പോയി. വിശ്വനാഥൻ മരിച്ചോന്നൊന്നും ഞാനപ്പോൾ നോക്കിയില്ല. എന്തായാലും എൻ്റെ മകൾ അന്നേരം ഒരുപാട് കരഞ്ഞു പറഞ്ഞു, വണ്ടി നിർത്തച്ചാൽ അവരെ രക്ഷിക്കുന്നത്. പക്ഷേ ഞാനത് കേട്ടില്ല. ഞാനവരെ കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ ലോറി ഇടിച്ചത്, അതുകൊണ്ടാണ് ഞാൻ വിട്ടുപോയെന്ന്. അങ്ങനെ പ്രതാപൻ നടന്ന കാര്യങ്ങളെല്ലാം പറയണ കേട്ടതും ദുർഗയ്ക്കും ഉണ്ണിക്കും പ്രതാപനോടും വാമദേവനോടും നല്ല ദേഷ്യം തോന്നുന്നുണ്ട്. എന്നിട്ട് കോടതിയോട് കണ്ണൻ പറയുന്നുണ്ട്, ഇതുപോലുള്ള ഒരു ക്രിമിനലിന് ജാമ്യം കൊടുത്താൽ അയാൾ തെളിവ് നശിപ്പിക്കാനും ഇനിയും ഇതിൻ്റെ പേരിൽ പല കൊലപാതകം നടത്താനും ശ്രമിക്കും. അതുകൊണ്ട് ദയവായിട്ട് കോടതി ഇവർക്ക് ജാമ്യം അനുവദിക്കരുത്, ഇവരെ ജയിലിലേക്ക് തന്നെ പറഞ്ഞു വിടണമെന്ന്. സമയത്ത് നമ്മളുടെ വാമദേവനാണെങ്കിൽ മനസ്സിലാവുന്നുണ്ട് വാമദേവൻ ശരിക്കും പെട്ടുന്ന്. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് മനസ്സിലായതും കോടതിയോട് പറയുന്നുണ്ട്, അറിയാതെ പറ്റിപ്പോയൊരു തെറ്റാ, എന്തായാലും ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് ജാമ്യം തന്നെ എന്ന് പറയുമ്പം ഇതാണോ അറിയാതെ പറ്റിപ്പോണ തെറ്റ്? ഒരാളെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിക്കണത് അറിയാതെ പറ്റണതാവണം എങ്ങനെയാണ്? അത് അറിഞ്ഞുകൊണ്ട് തന്നെ സംഭവിച്ചതല്ലേ? എന്തായാലും ഇപ്പോൾ താങ്കളുടെ സംസാരത്തിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. താൻ വിശ്വനാഥന് തൻ്റെ പെങ്ങളെ വിവാഹം കഴിച്ചു കൊടുത്തത് പെങ്ങൾക്കൊരു ജീവിതം കിട്ടാനൊന്നുമല്ല, വിശ്വനാഥൻ്റെ സ്വത്ത് തനിക്ക് അനുഭവിക്കാൻ പറ്റുമെന്നുള്ള ധാരണയില്ല. അതിന് തടസ്സമായിട്ട് വിശ്വനാഥൻ നിന്നപ്പോൾ താൻ വിശ്വനാഥനെ കൊന്നു, അതാ സംഭവിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതങ്ങനെ പൊറുക്കാൻ പറ്റിയ തെറ്റൊന്നുമല്ല, ഒരു മാനസിക പരിഗണനയില്ലാത്ത പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെയാണ് നിങ്ങൾ കൊന്നത്, സഹോദരിയെ വിധവയാക്കിയ നിങ്ങളോട് അങ്ങനെ കോടതി ക്ഷമിക്കും. അതുകൊണ്ട് ഈ കോടതി വിധി പ്രഖ്യാപിക്കുകയാണ്, ഇവരെ രണ്ടുപേരെയും
ജാമ്യത്തിൽ വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ കേസിനെ നല്ലോണം തന്നെ ബാധിക്കും. അതുകൊണ്ട് ഇവർക്ക് ജാമ്യം കൊടുക്കാൻ പറ്റില്ല. ഇവരെ 20 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുവാണ്. അത് കേട്ടതും നമ്മളുടെ വാമദേവനൊക്കെയാണെങ്കിൽ ആകെ പ്രതാപനെ കൊല്ലണം എന്നുള്ള ദേഷ്യമാവുന്നുണ്ട്. പിന്നീട് കോടതി പിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ വാമദേവനെയും പ്രതാപനെയും കൊണ്ട് പോലീസ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ ദുർഗ പ്രതാപൻ്റെയും വാമദേവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ദുർഗ പറഞ്ഞ കണ്ടതും വാമദേവനക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയാത്തൊരവസ്ഥയാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണേനെയാണ്. കരുണയാണെങ്കിൽ ഈ മാർക്കോയുടെയും ലോപ്പസിൻ്റെ അടുത്ത് ഭയന്ന് പറിച്ചിരിക്കുകയാണ്. എന്നിട്ട് കരുണ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്, എന്തായാലും അച്ഛൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ മൊഴി പറഞ്ഞോളും, എന്നെ നിങ്ങൾ ഉപദ്രവിക്കരുതെന്ന് പറയുമ്പം അല്ലെങ്കിലും നിന്നെ ഞങ്ങൾ ഉപദ്രവിക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ലടി, നിന്നെ പോലെയുള്ള ഒരു വിഷജന്തുവിനെ ഉപദ്രവിക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല, എന്തായാലും നീ മഹാലക്ഷ്മിയോടും കുഞ്ഞിനോടും ചെയ്തതിൻ്റെ ഒക്കെ ശിക്ഷ നീ അനുഭവിക്കാൻ പോകണുള്ളൂ, ഇനി നിൻ്റെ അച്ഛൻ ജയിലിലായിരിക്കും, പിന്നെ കേസ് നടത്താനായിട്ട് നിൻ്റെ അച്ഛൻ്റെ സമ്പാദ്യം എല്ലാം വിറ്റ് തീരും, അതോടുകൂടി നിൻ്റെ അഹങ്കാരമൊക്കെ തീരൂടിയെന്ന്. ആ സമയത്ത് കരുണയാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നീട് മാർക്കോ പറയുന്നുണ്ട്, ഇപ്പം എന്തായാലും ഉണ്ണിയുടെ അമ്മയൊക്കെ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, ആ ദുർഗയുണ്ടല്ലോ അവരുടെ ഭർത്താവിനെ കൊന്നത് നിൻ്റെ അച്ഛനാന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നെ മരുമകളായിട്ട് അംഗീകരിക്കുകയൊന്നുമില്ല, ഇത്രയും നാളും നിൻ്റെ എല്ലാ തോന്നിയാസത്തിനും ആ തള്ളയും മോനും കൂട്ടു നിന്നതല്ലേ, ഇനി അതൊന്നും ഉണ്ടാവില്ലടിയെന്ന്. ആ സമയത്ത് കരുണയ്ക്ക് തോന്നുന്നുണ്ട്, ഏത് നിമിഷമാണോ മഹാലക്ഷ്മിയെ തള്ളിയിടാൻ തോന്നിയത്, ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അച്ഛന് ഈ അവസ്ഥ വരില്ലായിരുന്നല്ലോ എന്ന്. അങ്ങനെ ഈ ഇരിക്കുന്ന സമയത്താണ് നമ്മളുടെ മാർക്കോയുടെ ഫോണിലേക്ക് കോൾ വരുന്നത്. കോൾ കണ്ടതും കണ്ണൻ സാറാണല്ലോ വിളിക്കണേന്നും പറഞ്ഞ് മാർക്കോ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്തായി കണ്ണൻ സാറേ, അവന്മാർക്ക് ജാമ്യം കിട്ടിയോന്ന് ചോദിക്കുമ്പം ഇല്ല മാർക്കോ, ജാമ്യമൊന്നും കിട്ടിയില്ല, പ്രതാപൻ കുറ്റങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു, അതുകൊണ്ട് കോടതി ജാമ്യം കൊടുത്തില്ല, ഇനി നിങ്ങളവിടെ നിൽക്കണ്ട, നിങ്ങൾ പോയിക്കുമെന്ന് പറയണം. ആ സമയത്ത് മാർക്കോ ഫോൺ വെച്ചിട്ട് പറയുന്നുണ്ട്, ലോപ്പേഴ്സ് എന്നാൽ നമുക്കിനി പോയാലോടാന്ന് ചോദിക്കുമ്പം എന്തായി പ്രതാപനക്കൊക്കെ ജാമ്യം കിട്ടുമെന്ന് ചോദിക്കുമ്പം ഇല്ല, കണ്ണൻ സാറാണ് വിളിച്ചത്, പ്രതാപനും വാമദേവനും ജാമ്യം കിട്ടിയില്ല. ആ സമയത്ത് ലോപ്പസ് കരഞ്ഞോട് പറയുന്നുണ്ട്, കേട്ടില്ലേടി, നിൻ്റെ അച്ഛനും അയാളും ഇനി ജയിലിലാണ് കിടക്കാൻ പോണേ, നിനക്കിപ്പോൾ മതിയായില്ലേ, അന്ന് നീ ആ മഹാലക്ഷ്മിയോടും കുഞ്ഞിനോടും ആ ഒരു ദ്രോഹം ചെയ്യാതിരുന്നെങ്കിൽ ഇപ്പോൾ കണ്ണൻ സാർ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമായിരുന്നു ഓടിയുന്ന. അന്നേരം കരുണ പറയുന്നുണ്ട്, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, അതിങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന്. എന്തായാലും ആ മാർക്കോ നമുക്കിനി പോകാം, നമ്മളുടെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ എന്നും പറഞ്ഞ് മാർക്കോ എന്നെയും വിളിച്ചുകൊണ്ട് ലോപ്പസ് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മിനെയും മോഹിനിനെയും ഒക്കെയാണ്. മോഹിനി മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, മോളെ കണ്ണൻ വിളിച്ചോന്ന് ചോദിക്കുമ്പം ഇല്ല, കണ്ണേട്ടൻ എന്തായാലും കോടതി കഴിയുമ്പോൾ വിളിക്കാതിരിക്കില്ല. ആ സമയത്ത് ലേഖ പറയുന്നുണ്ട്, ഞാനൊന്ന് അനന്തുവേട്ടനെ വിളിച്ചു നോക്കട്ടെ എന്ന്. അങ്ങനെ ലേഖ ഫോണെടുത്ത് അനന്തുവിനെ വിളിച്ചതും അനന്ത് ഫോൺ എടുത്തിട്ട് എന്താ ലേഖയെന്ന് ചോദിക്കുമ്പം എന്തായി അനന്തുവേട്ട, അവർക്ക് ജാമ്യം കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ ഇല്ല, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്, പ്രതാപന എല്ലാ സത്യങ്ങളും കോടതിയിൽ ഏറ്റു പറഞ്ഞു, അതുകൊണ്ട് അവർക്ക് ജാമ്യം കിട്ടിയില്ല, ഇനി അവരെന്തായാലും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനും പോണില്ല. അന്നേരം അവിടെ കണ്ണേട്ടൻ്റെ രണ്ടാനമ്മയും ഉണ്ണിയൊക്കെ വന്നിട്ടുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ആ രണ്ടുപേരും ഇവിടെ നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ അവർക്ക് ആങ്ങളുടെ തനി സ്വഭാവമൊക്കെ മനസ്സിലായിട്ടുണ്ട്, ഇനി അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റില്ല, എന്തായാലും നീ ഇപ്പോൾ ഫോൺ വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് അനന്ത് ഫോൺ വയ്ക്കുന്നുണ്ട്. ഇതേ സമയം വാമദേവൻ്റെയും പ്രതാപൻ്റെ അടുത്തേക്ക് ദുർഗ ചെന്നിട്ട് വാമദേവനോട് ചോദിക്കുന്നുണ്ട്, എന്നാലും നിങ്ങളെൻ്റെ ആങ്ങളെയാണോ, സ്വന്തം സഹോദരിയുടെ താലി ഇറക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഈ ദുഷ്ടനെയാണല്ലോ ഞാൻ ഇത്രയും നാൾ സ്നേഹിച്ച് കൊണ്ടേ നടന്നത്, എന്നാലും നിങ്ങൾ എന്നോട് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, വിശ്വേട്ടൻ നിങ്ങളെ ആത്മാർത്ഥമായിട്ടല്ലേ സ്നേഹിച്ചത്, എന്നിട്ട് ആ വിശ്വേട്ടനെ കൊല്ലാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി, നിങ്ങൾ വിശ്വേട്ടൻ്റെ സ്വത്തിന് വേണ്ടിയിട്ടല്ലേ വിശ്വേട്ടനെ കൊന്നത്, എന്തായാലും നിങ്ങൾക്കിനി ഒന്നും കിട്ടാൻ പോണില്ല, നിങ്ങളിനി അനുഭവിക്കാൻ പോണുള്ളൂ, വെറുതെ അല്ല നിങ്ങളുടെ മോനില്ലേ ആ മേഘനാഥൻ, അവന് ഈ സ്വഭാവമായി തീർന്നത് നിങ്ങളുടെ സ്വഭാവം തന്നെയാണ്, എന്നാലും നിങ്ങളെൻ്റെ സഹോദരനെ അല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് നിങ്ങളോട് അറപ്പ് തോന്നുക പറയുന്നുണ്ട്. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, ദുർഗ ഞാനൊന്നും അറിഞ്ഞതല്ലടി എന്ന് പറയുമ്പോൾ നിങ്ങൾ മിണ്ടരുത്, നീയൊക്കെ ഇനി നരകം കാണാൻ പോണതേ ഉള്ളൂടാ, നീ ഈ ലോകത്ത് നിന്ന് നരകിച്ചേ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറേ ശാപവാക്ക് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രതാപനോട് പറയുന്നുണ്ട്, എന്നാലും പ്രതാപ താൻ ഇതുപോലൊരു ചതി ചെയ്തെന്ന് ഞങ്ങൾ ഒരിക്കലും അറിഞ്ഞില്ലല്ലോ, വെറുതെ അല്ല തൻ്റെ മോള് കുറച്ച് ദിവസമായിട്ട് മഹാലക്ഷ്മിയും കണ്ണനും പറയണതെല്ലാം അനുസരിച്ച് നിന്നത്, അതുപോലെ തൻ്റെ സമനില തെറ്റിയ സമയത്ത് ഞാനും ഉണ്ണിയും കാണാൻ വന്നെന്ന് പറഞ്ഞിട്ട് അവൾ സമ്മതിച്ചില്ല, തൻ്റെ അല്ലേ മോള്, അവൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും അതിശയമുള്ളൂ, എന്തായാലും ഇനി അവൾ കമലേശ്വരത്തിൻ്റെ പടി ചവിട്ടില്ല, അതിന് ഞാൻ അനുവദിക്കില്ല. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, ദുർഗെ എന്നോടുള്ള ദേഷ്യം എൻ്റെ മോളോട് കാണിക്കരുത്, എൻ്റെ മോളാണ് ഇപ്പോൾ ഒരു അമ്മയാവാൻ പോവുമല്ലേ, ഞാൻ എന്തായാലും കുറ്റമേറ്റു, ഇനി ശിക്ഷയും അനുഭവിച്ചോളാം, എൻ്റെ മോളെ അതിൻ്റെ പേരിൽ ശിക്ഷിക്കരുതെന്ന് പറയുമ്പോൾ ഉണ്ണി വന്നിട്ട് പറയുന്നുണ്ട്, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും തൻ്റെ മോൾക്ക് എന്ത് അഹങ്കാരമായിരുന്നു, അവൾക്ക് ഏത് നേരം എന്നെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും നേരം ഉണ്ടായിരുന്നുള്ളൂ, അപ്പോഴേക്കും അവൾ പറയുന്ന ഒരു കാരണം ഉണ്ടായിരുന്നു, അവളുടെ അച്ഛൻ്റെ സ്വത്തുക്കൾ, ഇനിയിപ്പോൾ എന്തായാലും തൻ്റെ സ്വത്തുക്കളൊക്കെ കേസ് നടത്തി തന്നെ തീരും, അതോടുകൂടി തൻ്റെ മോക്കടെ അഹങ്കാരവും തീരും എന്ന് പറയുമ്പോൾ മോനെ ഉണ്ണിക്കുട്ട നീ അങ്ങനെ
അങ്ങനെ പറയില്ലേ, എൻ്റെ മോളൊരു അമ്മയാവാൻ പോകുമല്ലേ എന്ന് ചോദിക്കുമ്പം അവൾ അമ്മയായാലും കുഴപ്പമില്ല, അച്ഛനായാലും കുഴപ്പമില്ല, ഇനി ഞാനും അവളുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല, അത് വിചാരിച്ച് നിങ്ങൾ ഇരിക്കുകയോ വേണ്ട. ഇനി ഈ ജന്മം കമലേശ്വരത്തേക്ക് അവൾക്ക് വരാൻ പറ്റുമെന്നും തോന്നണില്ല. എന്തായാലും നിങ്ങളൊക്കെ നരകിച്ചാൽ ചാവുള്ളൂ എന്ന്. പിന്നീട് ദുർഗ പ്രതാപനെയും പ്രാകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രതാപൻ്റെ അമ്മ ദുർഗയെന്നും പറഞ്ഞ് വിളിക്കുമ്പം നിങ്ങൾ ഒറ്റ ഒരുത്തികാരനാണ് നിങ്ങളുടെ മോൻ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. എൻ്റെ ഭർത്താവിനെ കൊന്നാൽ നിങ്ങളുടെ മോനോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കാൻ പോണില്ല. ചെറുപ്രായത്തിൽ തന്നെ എന്നെ വിധവയാക്കിയവനാ ഇവനും ഇയാളും കൂടി. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നരകിച്ചാൽ ചാവുള്ളൂ. പിന്നെ നിങ്ങളുടെ മകനെ ഈ രീതിയിൽ വളർത്തി വലുതാക്കി നിങ്ങളുടെ മകന് എല്ലാ സപ്പോർട്ടും ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളും നരകിച്ചാൽ ചാവുള്ളൂ. എന്തായാലും ഇനി കൊച്ചുമോളുടെ കണ്ണീര് കണ്ട് നിങ്ങൾക്ക് ജീവിക്കാമെന്നൊക്കെ ദുർഗയും പറയുന്നുണ്ട്. ആ സമയത്ത് പോലീസ് പറയുന്നുണ്ട്, മതി ഇനി പിന്നെ സംസാരിക്കാം. എന്തായാലും രണ്ടിടത്തിനെയും ജീപ്പിലോട്ട് കയറ്റ് ഇപ്പം തന്നെ ജയിലിലേക്ക് കൊണ്ടുപോകണമെന്നും പറഞ്ഞ് ഇവരെ ജീപ്പിലേറ്റിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് ഈ പ്രതാപനെയും വാമദേവനെയും പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞതും കണ്ണൻ ദുർഗയുടെ ഉണ്ണിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട് അമ്മയുടെ പുന്നാര ആങ്ങളെ അല്ലായിരുന്നോ, ഇപ്പം ജയിലിലേക്ക് പോകണ കണ്ടില്ലേ, അമ്മയ്ക്കൊന്നും പറയാനില്ലേന്ന് ചോദിക്കുമ്പം ദുർഗയ്ക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയില്ല. ഉണ്ണിയാണെങ്കിലും ആകെ നാണം കെട്ടതുപോലെ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടാ നിൻ്റെ അമ്മായിയച്ഛൻ, സ്വന്തം അച്ഛനെ കൊന്നവനോട് നിനക്ക് ക്ഷമിക്കാൻ പറ്റൂടാന്ന് ചോദിക്കുമ്പം ഉണ്ണി പറയുന്നുണ്ട്, ഞങ്ങൾ ഈ സത്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. അതെങ്ങനെയാണ്, നിങ്ങൾ സത്യങ്ങൾ അറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ എല്ലാം തെളിഞ്ഞ സ്ഥിതിക്ക് ഇനി നിങ്ങളെ സഹായിക്കാൻ ആരാ ഉള്ളത്? അല്ലെങ്കിൽ അമ്മാവൻ്റെയും പ്രതാപൻ്റെയും വാക്ക് കേട്ടല്ലേ നീയും നിൻ്റെ അമ്മയും എന്നെയും മഹീനെയും കൊല്ലാനും ഉപദ്രവിക്കാനും നടന്നുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സഹായത്തിന് അവരുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇനി എങ്ങനെയാണ് എന്നെയും മഹീനെയും ഞങ്ങൾക്ക് ജനിച്ച കുഞ്ഞിനെയും കൊല്ലാൻ തന്നെയാണ് ഇനി നിങ്ങളുടെ തീരുമാനം എന്ന് ചോദിച്ചതും ദുർഗയും ഉണ്ണിയും തല താഴ്ത്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് കണ്ണനോട് വന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും അവർക്ക് ജാമ്യം കിട്ടിയില്ല, ഇനിയെങ്കിലും എൻ്റെ മോനെ വെറുതെ വിട്ടുകൂടെ എന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട്, ഇല്ല, ഈ ജന്മം നിങ്ങളുടെ മകനിനി സമാധാനമായിട്ട് ജീവിക്കില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ കൊച്ചുമോളുണ്ടല്ലോ, കരുണയില്ലാത്ത ആ കരുണ, അവളെ ഞാൻ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അവളും നിങ്ങളുടെ മകനും കരഞ്ഞ് ജീവിക്കണതാണ് ഇനി നിങ്ങൾ കാണുള്ളൂ എന്ന്. അത് കേട്ടതും പ്രതാപൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.